സുഗന്ധവ്യഞ്ജനങ്ങളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു കടക്കുന്ന, ഗാംഭീര്യമുള്ള ആനകൾ കാടുകളിൽ വിഹരിക്കുന്ന, ശാന്തമായ കായലുകളിൽ സജീവമായ ജീവിതങ്ങൾ തഴച്ചു വളരുന്ന ഒരു സ്ഥലം സങ്കല്പിക്കുക. ഇത് കേരളമാണ്. നൂറ്റാണ്ടുകളായി വിദൂര ദേശങ്ങളിൽ നിന്നുമുള്ള വ്യാപാരികളെയും പര്യവേഷകരെയും ആകർഷിച്ച ഒരു നാട്. അതിന്റെ പ്രകൃതി സൗന്ദര്യം മാത്രമല്ല, കുരുമുളക്, ഏലം, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സമ്പത്തും കേരളത്തെ ഒരു വിലപ്പെട്ട സ്ഥലമാക്കി മാറ്റി. അറബികൾ, ചൈനക്കാർ, പോർച്ചുഗീസ്, ഡച്ചുകാർ എന്നിങ്ങനെയുള്ള എല്ലാ വിദേശ വ്യാപാരികളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു പുതിയ ശക്തി ഉയർന്നു വന്നു: ബ്രിട്ടീഷുകാർ. എന്നാൽ ഒരു വിദൂര ദ്വീപ് രാഷ്ട്രത്തിൽ നിന്നുള്ള ഏതാനും വ്യാപാരികൾ എങ്ങനെയാണ് ഈ നാട് ഭരിച്ചത്? ബ്രിട്ടൻ കേരളത്തെ പിടിച്ചടക്കിയത് യുദ്ധങ്ങളിലൂടെയോ ഉടമ്പടികളിലൂടെയോ അല്ല, തന്ത്രങ്ങളിലൂടെയും വഞ്ചനകളിലൂടെയും പ്രാദേശിക കൊളോണിയൽ അഭിലാഷങ്ങളിലൂടെയുമാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് കേരളം ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഒരു ഏകീകൃത സംസ്ഥാനമായിരുന്നില്ല. അന്ന് 3 പ്രധാന മേഖലകളായി വിഭജിക്കപ്പെട്ടു. മലബാർ, കോഴിക്കോട് സാമൂതിരി ഭരിച്ചു. കൊച്ചി, ചെറുതും എന്നാൽ തന്ത്രപരമായി പ്രധാനപ്പെട്ടതുമായ ഒരു രാജ്യം, കൊച്ചി രാജാവ് ഭരിച്ചു. തിരുവിതാംകൂർ, തെക്കുഭാഗത്തുള്ള ഒരു സുസംഘടിതവും സമ്പന്നവുമായ നാട്ടുരാജ്യം. ഈ പ്രദേശങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ ഭരണാധികാരികളും സംസ്ഥാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ കീഴിൽ നിരവധി ചെറിയ പ്രഭുക്കന്മാരുടെ കൂടുതൽ ഫ്യൂഡൽ സംവിധാനമാണ് മലബാറിൽ ഉണ്ടായിരുന്നതെങ്കിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും താരതമ്യേന സ്ഥിരതയുള്ള രാജവാഴ്ചകൾ നിലനിർത്തി. ഈ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടിരുന്നില്ല. അവർ വളരെ കാലമായി വിദേശ വ്യാപാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. ആദ്യം അറബികൾ, പിന്നീട് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ. ഈ യൂറോപ്യൻ ശക്തികൾ പ്രാദേശിക രാഷ്ട്രീയത്തെയും വാണിജ്യത്തെയും സ്വാധീനിച്ചു. പക്ഷേ ഒരിക്കലും പ്രദേശം പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തിയത് വ്യാപാരികളായാണ്. അവർ സൈന്യങ്ങളുമായല്ല, മറിച്ച് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ വെള്ളി നിറച്ച കപ്പലുകളുമായാണ് വന്നത്. കേരളത്തിലെ ഭരണാധികാരികളുമായുള്ള അവരുടെ പ്രാരംഭ ഇടപെടലുകൾ വ്യാപാര കരാറുകളിൽ മാത്രമായി ഒതുങ്ങി. അവർ ചെറിയ വ്യാപാര കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഫാക്ടറികൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാരിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് വലിയ അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ബംഗാളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഇതിനകം നിയന്ത്രണം നേടിയ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ ഒരു അവസരം ലഭിച്ചു. വ്യാപാരത്തിന് മാത്രമല്ല, നാവിക നേട്ടങ്ങൾക്കും. മലബാർ തീരത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര മാർഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് അത്യന്താപേക്ഷികമായ പ്രകൃതിദത്ത തുറമുഖങ്ങളും അറബിക്കടലിലേക്കുള്ള പ്രവേശനവും തീരം നൽകി. കേരളത്തിന്റെ ചരിത്രത്തിലെ യഥാർത്ഥ വഴിത്തിരിവ് ബ്രിട്ടീഷുകാരിലൂടെ നേരിട്ട് വന്നതല്ല, മറിച്ച് ശക്തനായ ഒരു ഇന്ത്യൻ ഭരണാധികാരിയായ മൈസൂരിലെ ടിപ്പു സുൽത്താനിലൂടെയാണ്. ടിപ്പുവും പിതാവ് ഹൈദരലിയും തങ്ങളുടെ രാജ്യം കേരളത്തിലേക്ക് വ്യാപിപ്പിച്ച് മലബാർ മേഖലയുടെ ഭൂരിഭാഗവും പിടിച്ചെടുത്തു. മൈസൂർ ഭരണകാലത്ത് തദ്ദേശീയ ജനത, പ്രത്യേകിച്ച് നായർ യോദ്ധാക്കളും സാമൂതിരിയും അടിച്ചമർത്തപ്പെട്ടു. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ ടിപ്പു സുൽത്താനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇതൊരു അവസരമായി കണ്ടു. ടിപ്പുവിന്റെ പിടിയിൽ നിന്ന് തദ്ദേശീയ ഭരണാധികാരികളെ മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അവർ സ്വയം വിമോചകരായി നിലയുറച്ചു. 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുടെയും അവരുടെ ഇന്ത്യ സഖ്യകക്ഷികളുടെയും സംയുക്ത ശക്തിയെ നേരിട്ടു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു. അവിടെ ടിപ്പുവിന് മലബാർ ഉൾപ്പെടെയുള്ള പ്രധാന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ കേരളത്തെ പിടിച്ചടക്കിയതിലെ ആദ്യത്തെ സുപ്രധാന ഘട്ടമായിരുന്നു ഇത്. മലബാർ അവരുടെ നിയന്ത്രണത്തിലായിരുന്നതിനാൽ ബ്രിട്ടീഷുകാർ അത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി സ്ഥാപിച്ചു. പ്രദേശം നേരിട്ട് ഭരിക്കുകയും അവരുടെ നിയമഭരണ സംവിധാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. മലബാറിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടീഷുകാർ കൊച്ചിയെയും തിരുവിതാംകൂറിനെയും നേരിട്ട് പിടിച്ചെടുത്തില്ല. പകരം അവർ വ്യത്യസ്തമായ ഒരു തന്ത്രം ഉപയോഗിച്ചു. ലോർഡ് വെല്ലസ്ലി അവതരിപ്പിച്ച സബ്സിഡറി അലയൻസ് സിസ്റ്റം. ഈ സംവിധാനം ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അവരുടെ രാജ്യങ്ങളുടെ മേൽ ആഭ്യന്തര നിയന്ത്രണം നിലനിർത്താൻ അനുവദിച്ചു. പക്ഷേ അവരുടെ വിദേശ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് നിയന്ത്രണം സ്വീകരിക്കാൻ അവരെ നിർബന്ധിച്ചു. ബ്രിട്ടീഷുകാരുടെ ശക്തിയും മലബാറിന്റെ അവസ്ഥയും കണ്ട കൊച്ചി രാജാവ് ഒരു ഉപസഖ്യത്തിൽ ഒപ്പുവെച്ചു. അടിസ്ഥാനപരമായി തന്റെ രാജ്യത്തെ ഒരു ബ്രിട്ടീഷ് സംരക്ഷിത പ്രദേശമാക്കി മാറ്റി.
ഇതിനർത്ഥം കൊച്ചിക്ക് ബ്രിട്ടീഷ് അംഗീകാരമില്ലാതെ ഒരു വിദേശ സഖ്യത്തിലും ഏർപ്പെടാൻ കഴിയില്ലെന്നും രാജ്യത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ സ്വീകരിക്കേണ്ടി വന്നു എന്നുമാണ്. മഹാരാജ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ 1741 കൊളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി രാജ്യത്തിന്റെ ശക്തി തെളിയിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വ്യത്യസ്തമായ ഒരു ഭീഷണിയായിരുന്നു. വർമ്മയുടെ പിൻഗാമികൾ, പ്രത്യേകിച്ച് മഹാരാജ ധർമ്മരാജ, ഇത് മനസ്സിലാക്കി യുദ്ധത്തിന് പകരം നയതന്ത്രം തിരഞ്ഞെടുത്തു. ഒരു ഉപസഖ്യത്തിൽ പ്രവേശിച്ചുകൊണ്ട് തിരുവിതാംകൂർ അതിന്റെ സ്വയം ഭരണം നിലനിർത്തി, പക്ഷേ അതിന്റെ പരമാധികാരം നഷ്ടപ്പെടുത്തി. ഈ സഖ്യങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ഫലപ്രദമായി നിയന്ത്രിച്ചു. രാജാക്കന്മാർ അവരുടെ പ്രാദേശിക ഭരണം നിലനിർത്തി. എന്നാൽ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ബ്രിട്ടീഷ് റെസിഡന്റിലൂടെ കടന്നുപോകേണ്ടി വന്നു. കൊച്ചിയും തിരുവിതാംകൂറും നയതന്ത്രപരമായി കീഴടങ്ങിയിരുന്നെങ്കിലും മലബാർ മേഖല വ്യത്യസ്തമായ ഒരു കഥയ്ക്ക് സാക്ഷ്യം വഹിച്ചു. പരമ്പരാഗത ഭൂവുടമസ്ഥ രീതികളെ തടസ്സപ്പെടുത്തുന്ന പുതിയ ഭൂവുടമ നയങ്ങൾ മലബാറിന്റെ ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പിലാക്കി. ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കളായ ഭൂവുടമകൾ ബ്രിട്ടീഷ് നിയമപ്രകാരം അഭൂതപൂർവമായ അധികാരം നേടി. ഇത് കുടിയാൻ കർഷകരെ, പ്രധാനമായും മാപ്പിള മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യുന്നതിലേക്ക് നയിച്ചു. ഈ സാഹചര്യം 1921 മലബാർ കലാപത്തിലേക്ക് നയിച്ചു. ഇത് മാപ്പിള കലാപം എന്നും അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കും അവരുടെ അടിച്ചമർത്തുന്ന ഭൂവുടമകൾക്കുമെതിരായ പ്രതിഷേധമായി ആരംഭിച്ചത് പെട്ടെന്ന് അക്രമാസക്തമായി. മാപ്പിളമാർ പോലീസ് സ്റ്റേഷനുകളും സർക്കാർ ഓഫീസുകളും ആക്രമിച്ചു. ബ്രിട്ടീഷുകാർ ക്രൂരമായ ബലപ്രയോഗത്തോടെ പ്രതികരിച്ചു. കലാപം അടിച്ചമർത്തപ്പെട്ടു. അടച്ചിട്ട റെയിൽവേ വാഗണിൽ കൊണ്ടുപോകുന്നതിനിടെ ഡസൻ കണക്കിന് മാപ്പിള തടവുകാരെ ശ്വാസം മുട്ടിച്ചു കൊന്ന വാഗൺ ദുരന്തം ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി തുടരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതൃപ്തി പ്രകടമാക്കിയ ഈ കലാപം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന സംഭവമായി അടയാളപ്പെടുത്തി. മലബാർ കലാപം കീഴടങ്ങിയതോടെ ബ്രിട്ടീഷുകാർ കേരളത്തിന് മേലുള്ള തങ്ങളുടെ പിടി ശക്തിപ്പെടുത്തി. അവർ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഇവ പ്രധാനമായും അവരുടെ അധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അവർ റോഡുകൾ, റെയിൽവേകൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിച്ചു. പക്ഷേ ഈ വികസനങ്ങൾ പ്രധാനമായും ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്കായി പ്രവർത്തിച്ചു. സാങ്കേതികമായി സ്വതന്ത്രമായിരുന്ന കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾക്ക് അപ്പോഴും സ്വയംഭരണാവകാശം പരിമിതമായിരുന്നു. ബ്രിട്ടീഷ് റെസിഡന്റിന് എല്ലാ കാര്യങ്ങളിലും ഒരു പങ്കുണ്ട്. ഭരണാധികാരികൾ പലപ്പോഴും ആചാരപരമായ വ്യക്തികളായി ചുരുങ്ങി. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ ആധുനിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇത് രാഷ്ട്രീയപരമായി അവബോധമുള്ള ഒരു മധ്യവർഗത്തിന്റെ ഉദയത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രമുഖർ ഉൾപ്പെടെ കേരളത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാവി നേതാക്കളിൽ പലരും ഈ കാലഘട്ടത്തിൽ നിന്നാണ് ഉയർന്നു വന്നത്. 1940കളോടെ ഇന്ത്യയിലുടനീളം മാറ്റത്തിന്റെ കാറ്റുവീശാൻ തുടങ്ങി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയും നയിച്ച സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കേരളത്തിലും പ്രതിഷേധങ്ങളും പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജകുടുംബങ്ങൾ തുടക്കത്തിൽ മടിച്ചു നിന്നെങ്കിലും ഒടുവിൽ ജനകീയ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാർ കേരളം വിട്ടുപോയി. കൊച്ചിയും തിരുവിതാംകൂറിലെ നാട്ടുരാജ്യങ്ങളും ലയിച്ച് തിരുവിതാംകൂർ കൊച്ചി രൂപീകരിച്ചു. 1956 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയോടെ ഇന്ന് നമുക്കറിയാവുന്ന കേരളം രൂപീകരിച്ചു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ സംയോജിപ്പിച്ചു. സൈനിക ശക്തി, തന്ത്രപരമായ നയതന്ത്രം, പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയെ ചൂഷണം ചെയ്യുന്നതിലൂടെയായിരുന്നു ബ്രിട്ടൻ കേരളത്തെ പിടിച്ചെടുത്തത്. വലിയ തോതിലുള്ള യുദ്ധങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിയന്ത്രണം നേടുന്നതിന് ഉടമ്പടികളും സഖ്യങ്ങളും ഉപയോഗിച്ചു. മലബാർ കലാപത്തിന്റെ കഥകൾ, കുടിയാൻ കർഷകരുടെ പോരാട്ടങ്ങൾ, രാഷ്ട്രീയ അവബോധത്തിന്റെ ആത്യന്തിക ഉയർച്ച എന്നിവയെല്ലാം കേരളത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന് സംഭാവന നൽകുന്നു. ഇന്ന് ഉയർന്ന സാക്ഷരതയും ശക്തമായ രാഷ്ട്രീയ അവബോധവും അതുല്യമായ ഒരു സാംസ്കാരിക സ്വത്വവുമുള്ള ഒരു സംസ്ഥാനമായി കേരളം നിലകൊള്ളുന്നു. ഇതുപോലെയുള്ള ചരിത്ര കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. മോർ സ്റ്റോറീസ് ആൻഡ് ഇൻസൈറ്റ്സ് ആർ ഓൺ ദി വേ. Until next time, stay curious, keep exploring. This is Adul Vijayan signing out.